പൊന്നാനിയുടെ മുഖച്ഛായ മാറ്റുന്ന വിവിധ പദ്ധതികളാണ് പൊന്നാനി നഗരസഭ മുൻകൈയെടുത്ത് പ്രദേശത്ത് നടപ്പാക്കുന്നതെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പൊന്നാനി നഗരസഭ ഡയാലിസിസ് സെന്റർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയാലിസിന് 1500 രൂപയോളം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെലവഴിക്കണം. ദൂരപ്രദേശങ്ങളിൽ അവർ പോവുകയാണെങ്കിൽ ആ വണ്ടിയുടെ ചിലവെല്ലാം വരുമ്പോൾ അവരുടെ സമയം താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഡയാലിസിസ് കെട്ടിടം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതിൽ നിലവിൽ നമ്മുടെ ക്യൂവിലുള്ള മുഴുവൻ ആളുകൾക്കും നമുക്കിവിടെ ഡയാലിസിസ് ചെയ്യാൻ കഴിയും. ഏകദേശം 50ഓളം മെഷീനുകൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിനനുബന്ധിച്ച പ്ലാന്റുകൾ, AC സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻറ്റർ ന്യൂനപക്ഷ വകുപ്പ് ഇവിടെ ഒരുക്കുകയാണ്. ഇതിനാവശ്യമായുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത് നഗരസഭയാണ്. അവരാണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്. ഇതിൻ്റെ നോഡൽ ഏജൻസിയായി അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടതൊക്കെ തന്നെ നമ്മുടെ നഗരസഭയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ അവർ നിർവഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത കാലത്തായി വന്നിട്ടുള്ള നിരവധി പദ്ധതികൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഒരു നഗരത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇന്ന് പൊന്നാനിയിലെത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം പദ്ധതികൾ വരുന്നുണ്ട്. ഓരോന്നോരോന്നായി പൂർത്തീകരിക്കാൻ പോകും. നമ്മളെ പുതിയ പാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ പട്ടണം ഇനിയും വലിയ രീതിയിൽ വികസിക്കുകയും കൂടുതൽ സൗകര്യങ്ങൾ നമ്മളെ പട്ടണത്തിനുണ്ടാവുകയും ചെയ്യും. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാവുന്നതോടെ കൂടുതൽ രോഗികൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാക്കി രോഗികൾക്ക് ആശ്വാസം പകരാൻ സാധിക്കും. നൂതന പദ്ധതികളും സൗകര്യങ്ങളും നടപ്പാക്കി കേരളത്തിലെ മികച്ച പട്ടണങ്ങളിൽ ഒന്നായി പൊന്നാനി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊന്നാനി ഡയാലിസിസ് സെന്റർ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ് AOS രഘുവരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4.4 കോടി രൂപ ചിലവിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ PMJVKയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അജീന ജബ്ബാർ, OO ഷംസു, രജീഷ് ഉപ്പാല, ഷീന സുദേശൻ, T മുഹമ്മദ് ബഷീർ, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, നഗരസഭാ കൗൺസിലർമാർ, ഡയാലിസിസ് സെന്റർ കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം KM മുഹമ്മദ് കാസിം കോയ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.